ഓണത്തിന് അനിഴും നാളിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് കേട്ടാലോ? അപ്പോൾ എല്ലാവർക്കും എന്റെ നമസ്കാരം. പതിവ് പോലെ ഞാൻ ഇന്നും പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ മോളാണ് ഇന്ന് ക്യാമറാമാൻ. ഇന്ന് ഞാൻ എടുത്തു തരാം വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനിഴം നാളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ചരിത്രത്തിൽ പണ്ടത്തെ ആചാരപ്രകാരം 5 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് 5 വരികളായി പൂക്കളം തീർക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്നേ ദിവസം കുടകുത്തൽ ചടങ്ങ് എന്നൊന്നുണ്ട്. അനിഴം നാളിൽ പൂക്കളത്തിന്റെ നടുവിൽ വാഴപ്പിണ്ടി നാട്ടി ഈർക്കിലിൽ ചെമ്പരത്തി മറ്റു നാടൻ പൂക്കളും കോർത്തുണ്ടാക്കുന്ന കുഞ്ഞു കുടകുത്തുന്ന പഴയൊരു ആചാരമുണ്ട്. മൺതറയുടെ നിർമ്മാണം പരമ്പരാഗതമായി ചില പ്രദേശങ്ങളിൽ പൂക്കളത്തിനായി പ്രത്യേക മൺതറ ഒരുക്കി ചാണകം മെഴുകി തുടങ്ങുന്നത് അനിഴം നാൾ മുതലാണ്. ദേവതാ സങ്കല്പം 10 വളയങ്ങളുള്ള പരമ്പരാഗത പൂക്കളത്തിലെ 5ാമത്തെ വളയം പഞ്ചഭൂതങ്ങളെ, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. വള്ളംകളിയുടെ ആവേശം. കേരളത്തിന്റെ പരമ്പരാഗത ജലോത്സവങ്ങൾ ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് ഈ നാളിലാണ്. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ മുന്നോടിയായിട്ടുള്ള അനിഴം വള്ളംകളി പമ്പാ നദിയിൽ നടക്കുന്നത് ഈ ദിവസമാണ്. തിരുവോണത്തിലേക്ക് പാതി ദൂരം പിന്നിട്ടതിനാൽ വീടുകളിൽ കായ വറുക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ഓണക്കോടി വാങ്ങാനുള്ള തിരക്കുകളും അനിഴം നാളോടെ സജീവമാകും. അപ്പോൾ ഇന്ന് അനിഴം നാളിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ തീർന്നു. അപ്പോൾ നമ്മുടെ പൂക്കളത്തിലേക്ക് തിരിച്ചു വന്നാലോ? ഞാനും ഇന്ന് 5 വളയങ്ങളുള്ള പൂക്കളമാണ് ഇട്ടേക്കുന്നത്. ഇന്ന് 5ാം നാളൊരു പ്രത്യേകതയുണ്ട്. അരളിപ്പൂവും കൂടി ഞാൻ നമ്മുടെ പൂക്കളത്തില് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂക്കളം ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം, എങ്കിലേ എനിക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ അനിഴം നാൾ പൂക്കളമാണിത്. ഓണത്തിന് അനിഴം നാളിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് കേട്ടാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പതിവ് പോലെ ഞാൻ ഇന്നും പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോളാണ് ഇന്ന് ക്യാമറാമാൻ. ഇന്ന് ഞാൻ എടുത്തു തരാം വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനിഴം നാളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ചരിത്രത്തിൽ പണ്ടത്തെ ആചാരപ്രകാരം 5 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് 5 വരികളായി പൂക്കളം തീർക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്നേ ദിവസം കുടകുത്തൽ ചടങ്ങ് എന്നൊന്നുണ്ട്. അനിഴം നാളിൽ പൂക്കളത്തിന്റെ നടുവിൽ വാഴപ്പിണ്ടി നാട്ടി ഈർക്കിലിൽ ചെമ്പരത്തി മറ്റു നാടൻ പൂക്കളും കോർത്തുണ്ടാക്കുന്ന കുഞ്ഞു കുടകുത്തുന്ന പഴയൊരു ആചാരമുണ്ട്. മൺതറയുടെ നിർമ്മാണം പരമ്പരാഗതമായി ചില പ്രദേശങ്ങളിൽ പൂക്കളത്തിനായി പ്രത്യേക മൺതറ ഒരുക്കി ചാണകം മെഴുകി തുടങ്ങുന്നത് അനിഴം നാൾ മുതലാണ്.